ഹായ് നമസ്കാരം ഡിയർ ഫ്രണ്ട്സ്, ഞാൻ പ്രവീൺ. ടെക്സോടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് ഇന്റർപ്രോസസ് കമ്മ്യൂണിക്കേഷൻ സിങ്ക്രണൈസേഷനിലെ സോക്കറ്റ് എന്നതിനെക്കുറിച്ചാണ്. സോക്കറ്റ് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. പോർട്ട് നമ്പർ, IP അഡ്രസ്സ്, ഇങ്ങനെയൊക്കെയുള്ള പോർട്ട് അഡ്രസ്സ്, ഇതൊക്കെ നമ്മൾ സാറിന് കേൾക്കുന്ന വാക്കുകളാണ്. ടെക്നിക്കലായിട്ട് കുറച്ചൊക്കെ അറിയാവുന്നവർക്ക് പെട്ടെന്നത് മനസ്സിലാവും. അപ്പം എന്താണ് സോക്കറ്റ്, അതെന്തിനു വേണ്ടിയിട്ടാണ്, എങ്ങനെയാണ് അതിനെ അഡ്രസ്സ് ചെയ്യുന്നത്, ഈ കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇതിന് കുറച്ചുകൂടെ എളുപ്പമാക്കാൻ വേണ്ടി ഇതിന് മുന്നിലുള്ള വീഡിയോകളിൽ നമ്മൾ ഇതിൻ്റെ ഓരോ ടേംസും പറഞ്ഞിട്ടുണ്ട്. എക്സാമ്പിൾ പറഞ്ഞാൽ ടാസ്ക് എന്താണ്, പ്രോസസ്സ് എന്താണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അതൊന്ന് കണ്ടിട്ട് ഇത് കാണുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അപ്പോൾ മുന്നിലുള്ള വീഡിയോസ് നിങ്ങൾ കാണുക. അതുപോലെ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഇനി തുടർന്നുള്ള വീഡിയോസ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്യുക. അപ്പോൾ ഈ വീഡിയോകൾ കണ്ട് മനസ്സിലാക്കി അതിനുള്ള സംശയങ്ങളോ കാര്യങ്ങളുണ്ടെങ്കിൽ നേരിട്ട് അയച്ചു തരാം, ചോദിക്കാം. ചിലരൊക്കെ കഴിഞ്ഞ പ്രാവശ്യത്തിനെക്കുറിച്ചുള്ള കമൻസൊക്കെ ഇട്ടിട്ടുണ്ട്. ഏതായാലും സന്തോഷമാണ് ഇത് കാണുന്നു എന്നുള്ളത് അറിഞ്ഞപ്പോൾ തന്നെ സന്തോഷമുണ്ട്. അപ്പോൾ ഈ വീഡിയോയും നിങ്ങൾ കാണുക. സോക്കറ്റ്സിനെ കുറിച്ച് നമ്മളുടെ രീതി എന്ന് പറഞ്ഞാൽ ലളിതമായി വലിയ കാര്യങ്ങൾ പറയുക, അതാണ് ഉദ്ദേശിക്കുന്നത്. ഈ സോക്കറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചെറിയ രീതിയിൽ നമ്മുടെ സാധാ ഭാഷയിൽ പലരും എന്നോട് പറഞ്ഞ ഒരു കാര്യം അതാണ്. അതായത് വലിയ വലിയ രീതിയിലാണ് പല കാര്യങ്ങളും പറഞ്ഞേക്കുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കിയെടുക്കാൻ ചിലർക്ക് ബുദ്ധിമുട്ടുണ്ട്, എന്നാൽ മറ്റുള്ളവർക്ക് പ്രശ്നമില്ലാത്തവരുണ്ട്. അപ്പോൾ ആ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും ലളിതമായിട്ട് ഞാനത് ചെയ്തേക്കുന്നത്. നമ്മുടെ സാധാരണ ജീവിതവുമായി ബന്ധപ്പെട്ട രീതിയിലാണ്. അപ്പോൾ എന്തായാലും നിങ്ങളിത് കാണുക, മനസ്സിലാക്കുക. ഇതൊരു തുടക്കമാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങൾ ഇതിൽ കൂടുതൽ കാര്യങ്ങൾ ഡെപ്തിൽ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അതാണ് എഞ്ചിനീയറിങ്. അപ്പോൾ അത് അറിഞ്ഞിരിക്കുക നിങ്ങൾ. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഒന്ന് റിയൽ ലൈഫ് എക്സാമ്പിളാണ്. ആദ്യം തന്നെ നമ്മളുടെ ജീവിതവുമായി ഇതെങ്ങനെ ബന്ധപ്പെട്ട് വരുന്നു നമുക്ക് എളുപ്പം മനസ്സിലാവുന്ന ഒരു എക്സാമ്പിൾ. സോക്കറ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, പോർട്ട് എന്താണ്, സോക്കറ്റ് എന്താണ്, ഏതൊക്കെ ടൈപ്പ് ഉണ്ട്, പിന്നെ ക്ലയൻറ്റ് സർവർ ആർക്കിടെക്ചർ ഏതൊക്കെയാണ്. ഇത്രയും കാര്യങ്ങളെ നമ്മളിതിൽ പറയുന്നുള്ളൂ, ലളിതമായി തന്നെ പറയുകയാണ്. അപ്പോൾ നമുക്ക് മുന്നോട്ടുള്ള ക്ലാസ്സിലേക്ക് പോവാം. ഇപ്പം നമ്മുടെ റിയൽ ലൈഫ് എക്സാമ്പിളാണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് കാണുമ്പോൾ അറിയാം, നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കസ്റ്റമറുണ്ട്, ഇപ്പുറത്ത് ഒരു ബാങ്കുമാണ്. അപ്പോൾ ഈ കസ്റ്റമറും ബാങ്കും തമ്മിലൊരു കമ്മ്യൂണിക്കേഷനാണ് നമ്മൾ നോക്കുന്നത്. ഈ കസ്റ്റമർ അല്ലെങ്കിൽ ഈ ക്ലയൻറ്റ് അയാളുടെ സേവിങ്സ് അക്കൗണ്ട്, ലോൺസ്, ഇത് രണ്ടും ആ ബാങ്കിൽ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ റിപ്പോർട്ട് ചോദിക്കുകയാണ്. റിപ്പോർട്ട് ചോദിക്കാൻ വേണ്ടി കസ്റ്റമർ എന്ത് ചെയ്യുന്നു, ആദ്യം ഒരു റിക്വസ്റ്റ് അയക്കുന്നു ഈ ബാങ്കിലേക്ക്. അപ്പോൾ ആദ്യത്തെ ഒരു റിക്വസ്റ്റ് നമുക്ക് നോക്കാം എങ്ങനെ അയക്കുന്നു എന്നുള്ളത്. നോക്കൂ, എവിടേക്കാണ് എന്നുള്ളത്. അപ്പം ഇവർക്ക് ഒത്തിരി ബ്രാഞ്ചസും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അതിനകത്ത് പർട്ടിക്കുലറായിട്ട് ട്രിവാൻഡ്രത്താണ് ഇയാളുടെ അക്കൗണ്ട് ഉള്ളത്. അപ്പോൾ ട്രിവാൻഡ്രം ഹെഡ്ക്വാർട്ടറിലാണ് അയാൾ അക്കൗണ്ട് എടുത്തേക്കുന്നത്. അപ്പോൾ അവിടത്തേക്കുള്ള ലെറ്ററാണ് അയക്കുന്നത്. അപ്പം ഇതിനകത്ത് അദ്ദേഹത്തിന് വേണ്ടുന്നത് സേവിങ്സ് ബാങ്കിൻ്റെ ഇതുവരെയുള്ള ഡീറ്റെയിൽസാണ് പുള്ളിക്ക് വേണ്ടുന്നത്. അതാണ് ഇയാൾ ഈ കസ്റ്റമർ അയക്കുന്ന റിക്വസ്റ്റ്. ആ മെയിൽ അതിൻ്റെയാണ്, അല്ലെങ്കിൽ ആ ലെറ്റർ അതിൻ്റെതാണ്, ആപ്ലിക്കേഷൻ. അപ്പോൾ അത് ചെന്നാൽ ഉടനെ ആൾക്ക് എന്ത് കിട്ടണം, അതിനുള്ള റിപ്പോർട്ട് തിരിച്ച് അയച്ചു കൊടുക്കണം, സർവീസ് അയച്ചു കൊടുക്കണം. അപ്പോൾ അയക്കുകയാണ്. ഈ അയക്കുന്നത് നേരെ അവിടെ ചെല്ലുന്നു. അപ്പോൾ നോക്കിയപ്പം തിരുവനന്തപുരം ഹെഡ്ക്വാർട്ടറാണ്. ഹെഡ്ക്വാർട്ടറിൽ വന്നു. ഇത് ആരുടേതാണെന്ന് അവിടെ പറയുന്നില്ല. സോ അത് ആ ഹെഡ്ക്വാർട്ടറിൽ അവിടെ വന്ന് കിടക്കുകയാണ്. എവിടെയോ അത് അവിടെ കിടപ്പുണ്ട്, അറിയില്ല. എന്നാൽ രണ്ടാമത് അയാൾ ചെയ്യുന്നത്, രണ്ടാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് തിരുവനന്തപുരം ഹെഡ്ക്വാർട്ടർ. അതിന് സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട് SVG. ആ തിരുവനന്തപുരം ഹെഡ്ക്വാർട്ടർ എന്ന് പറയുന്നത് മെയിൻ അഡ്രസ്സാണ്. അതിന് ശേഷം വരുന്ന പാർട്ട് എന്ന് പറയുന്നത്, റെഡ് കളർ പാർട്ട് എന്ന് പറയുന്നത് ഏതാണെന്ന് സ്പെസിഫിക് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ആ പോർട്ടൽ ഏതാണെന്ന് സ്പെസിഫിക് ആയിട്ട് നമ്മൾ പറയുകയാണ്. അപ്പോൾ ആ സ്പെസിഫിക് ആയിട്ട് പറയുമ്പോൾ അവർക്ക് കറക്റ്റായിട്ട് എവിടെയാണോ ആ ഡെസ്റ്റിനേഷൻ അവിടെ കൊണ്ടുവന്നത് എത്തിക്കാൻ പറ്റും. ഇപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ആ സേവിങ്സ് ഡിപ്പാർട്ട്മെൻറ്റുകാർ അത് നോക്കിയിട്ട് അക്കൗണ്ട് നമ്പറും കാര്യങ്ങളും നോക്കിയിട്ട് കറക്റ്റാണ്, ഒതൻറ്റിക്കേറ്റ്, അതായത് ഇയാൾ ഇവിടുത്തേതാണ്, ഈ അക്കൗണ്ട് ഇവിടുത്തേതാണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ ആ സർവീസ് അയാൾ തിരിച്ചു കൊടുക്കും. എന്താണ്, അതിൻ്റെ റിപ്പോർട്ട് എടുത്ത് അയച്ചു കൊടുക്കും. അയാൾ എന്താവശ്യപ്പെട്ടോ ആ റിപ്പോർട്ട് എടുത്ത് കൊടുക്കും. അപ്പോൾ ഈ ആക്ച്വലി കസ്റ്റമർ എന്ന് പറയുന്ന ഒരു ക്ലയൻറ്റാണ്. ക്ലയൻറ്റ് ആയതുകൊണ്ട് തന്നെ അയാൾക്ക് എന്ത് ചെയ്യാം, റിക്വസ്റ്റ് ചെയ്യാം. അത് ആ റിക്വസ്റ്റ് ചെയ്ത സർവീസ് കൊടുക്കുക എന്നുള്ളത് സെർവറിൻ്റെ ജോലിയാണ്. അതുകൊണ്ടാണ് സെർവർ എന്ന് വിളിക്കുന്നത്, സർവീസ് കൊടുത്തതാണ്. അപ്പം ഇവിടെ നമുക്കത് മനസ്സിലായി. ഇപ്പോൾ എന്താ ആദ്യത്തെ രണ്ടാമത്തെ നമ്മൾ വ്യത്യാസം, ആദ്യത്തേതിനകത്ത് മെയിൻ അഡ്രസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഏത് പോർട്ടാണ് അല്ലെങ്കിൽ ഏത് ഡിപ്പാർട്ട്മെൻ്റ് ആണെന്നൊന്നും പറഞ്ഞിരുന്നില്ല. എന്ത് സർവീസാണ് വേണ്ടുന്നത് അതാണ് ശരിക്കും ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഇപ്പോൾ കണ്ടു SVG എന്ന് പറഞ്ഞപ്പോൾ സേവിങ്സ് സർവീസ് ആണ് എന്ന് മനസ്സിലായതുകൊണ്ട് സേവിങ്സിൽ കൊണ്ട് കൊടുത്തു. ഇനി അയാൾക്ക് ലോണിൻ്റെയാണ്, അയാളുടെ ലോണിനെ കുറിച്ചാണ്. ഇപ്പോൾ TVM ഹെഡ്ക്വാർട്ടർ ലോൺ. അപ്പോൾ നോക്കൂ,
ഇനിയിപ്പോൾ ഇത് വന്നു കഴിയുമ്പം ആദ്യത്തെ അഡ്രസ്സ് നോക്കിയിട്ടാണ് മെയിനായിട്ട് എത്തുക. ടി വി ഹെഡ് ക്വാർട്ടറിലെത്തി. ഇനി ഹെഡ് ക്വാർട്ടറിൽ എവിടെയാണെന്ന് അടുത്ത നമ്മുടെ ആ അഡ്രസ്സ് നോക്കിയാൽ അറിയാം ലോൺ സെഷനാണ്. അപ്പോൾ ലോൺ സെഷൻ ആ ലോൺ പോർട്ടൽ അത് എത്തി. അപ്പോൾ അവർ ലോണിൻ്റെ ഡീറ്റെയിൽസ് എടുത്ത് അയച്ചു കൊടുക്കും. അത് കഴിഞ്ഞാൽ കഴിഞ്ഞു. പിന്നെയും വെച്ചുകൊണ്ട് ടെർമിനേറ്റ് ചെയ്യും. ആ കമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞാൽ അന്നേരം ടെർമിനേറ്റ് ചെയ്തു. ഇതാണ് ഒരു റിയൽ ലൈഫായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇതിപ്പം പറഞ്ഞതുകൊണ്ട് എന്ത് മനസ്സിലായില്ല എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. നമുക്ക് അടുത്തത് വരുമ്പോഴേക്കും നമുക്കത് മനസ്സിലാവും ഇതെന്താണ് ഇപ്പം നമ്മൾ പറഞ്ഞു ഉദ്ദേശിച്ചതെന്നുള്ളത്. ഓക്കെ, അപ്പം അടുത്തതിലേക്ക് നമുക്ക് കടക്കാം. ഇവിടെയാണ് ഇനി നമ്മൾ സോക്കറ്റ്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കുന്നത്. ഇതിൽ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഒരു 162 ഡോട്ട് കണ്ടല്ലോ, 162.123.8.1. ഇത് കാണുമ്പോൾ അറിയാം എന്താണെന്നുള്ളത് അല്ലേ? IP അഡ്രസ്സാണ്. IP അഡ്രസ്സ് ആണല്ലോ. IP അഡ്രസ്സ് പഠിച്ചിട്ടുണ്ട്. A ക്ലാസ്, B ക്ലാസ്, C ക്ലാസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ 162.123.8.1 എന്ന് പറയുന്ന ഒരു IP അഡ്രസ്സിലുള്ള ഒരു സിസ്റ്റം. ഇതിനെ ഞാൻ ക്ലയൻറ്റ് എന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ നമ്മളുടെ ആരുടെയെങ്കിലും ലാപ്ടോപ്പ് എന്ന് വെച്ചോളൂ. ഇനി ഇപ്പുറത്ത് റൈറ്റ് സൈഡിൽ നോക്കൂ, 182.153.115.10. ഇതെന്താണ്? അടുത്ത IP ആണ്. ഇതിനെ സെർവർ എന്ന് പറയുന്നത് ഒരു സെർവറാണ്. ഇപ്പോൾ ഗൂഗിളിൻ്റെയോ അല്ലെങ്കിൽ ഏതിൻ്റെങ്കിലും യാഹൂൻ്റെയൊക്കെ ഒരു സെർവറായിട്ട് കണക്കാക്കുക. ഇവിടുന്ന് എനിക്ക് വേണ്ടുന്ന സർവീസസിനെയാണ് ഞാൻ എടുക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ പല സർവീസ് അവൈലബിൾ ആണ്. അതിലേത് സർവീസാണ്? ഇപ്പം എനിക്ക് ഫയൽ ഡൗൺലോഡിംഗ് ആണെങ്കിൽ എന്താണ്, ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ ഇവിടെ കിടപ്പുണ്ട്. വെബ് സർവീസ് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് പോർട്ട് 80 HTTP കിടപ്പുണ്ട്. മെയിൽ സർവീസ് ആണെങ്കിൽ പോർട്ട് 25 SMTP കിടപ്പുണ്ട്. ഇങ്ങനെ ഓരോന്നിനും ആവശ്യമായിട്ടുള്ള ഇവിടെ അവൈലബിൾ ആണ്. നമുക്ക് നോക്കാം. ഇപ്പോൾ ആദ്യം വരുന്നതൊന്നുമില്ല, വെറുതെ ഒരു എന്താണ് IP അഡ്രസ്സ് മാത്രം കൊടുത്തു. ഇവിടെ വന്നാൽ അതിനകത്ത് കാര്യമൊന്നുമില്ല, അത് പോയി, ഇൻവാലിഡായി മാറി. ഇനി അടുത്തത് കൊടുക്കുകയാണ്. ഫയൽ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ സെർവറിൽ നിന്നും ആ ഫയൽ ഡൗൺലോഡ് ചെയ്യണം. അപ്പം 182.153.115.10. അപ്പോൾ സെർവർ ഏതാണെന്ന് മനസ്സിലായി. ആ സെർവറിൽ എന്ത് സർവീസാണ് വേണ്ടതെന്ന് അവിടെ നോക്കിയാൽ മനസ്സിലായി. 21 പോർട്ടാണ്. 21 പോർട്ട് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? FTP, ഫയൽ ഡൗൺലോഡ് ചെയ്യുന്ന സർവീസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് പോവും. അവിടെ ചെല്ലുന്നു, കിട്ടിയാൽ ഉടനെ തന്നെ അവിടുന്ന് ആ റിക്വസ്റ്റ്, ഇത് സെർവറിനെ വിളിക്കാനുള്ള കാര്യം തന്നെയാണ്. എപ്പോഴാണോ ക്ലയൻറ്റിൻ്റെ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യുന്നത് അതിനനുസരിച്ച് റെസ്പോൺസ് ചെയ്യുന്നത് ആ ആളിനെയാണ് നമ്മൾ സെർവറിന് വിളിക്കുക. അപ്പോൾ ആ സെർവർ എന്ത് ചെയ്തു? ഇവിടെ വന്നപ്പോൾ 21 പോർട്ടിൻ്റെ കാര്യമാണെന്ന് മനസ്സിലായി. ഫയലിൻ്റെ കാര്യങ്ങൾ കൊടുത്തു, ഡൗൺലോഡ് ചെയ്തു കൊടുത്തു. ഓക്കെ, ഇനി അയാൾക്ക് വേണ്ടുന്നത് മെയിലാണ്. മെയിലിൻ്റെ SMTP ആണ്. SMTP എന്താണ്? സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. അത് മെയിൽ പ്രോട്ടോക്കോളാണ്. അതിൻ്റെ കൂടെ വരുന്നതാണ് POP അല്ലേ, പോസ്റ്റ് ഓഫീസ് പ്രോട്ടോക്കോൾ. അതൊക്കെ ഇതിന് വരുന്നതാണ്. അപ്പം മെയിലിന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് കൊടുക്കുന്നു 182.153.115.10. സെർവർ മനസ്സിലായി. സെർവറിനകത്ത് എന്ത് സർവീസാണ്? 25 ആണ്. പോർട്ട് 25 എന്ന് പറഞ്ഞാൽ SMTP ആണ്. ആ പോർട്ട് അതിന് വേണ്ടിയിട്ടുള്ളതാണ്. ആ 25 പോർട്ടിലോട്ട് വരുന്നതൊക്കെ SMTP സർവീസിന് വേണ്ടിയിട്ടുള്ളതാണ്. മെയിൽ സർവീസിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഇനി അടുത്തത് വെബിൻ്റെ ആണെങ്കിൽ നമ്മുടെ എന്താണ് എക്സ്പ്ലോററോ അല്ലെങ്കിൽ അതുപോലെയൊക്കെ ഉള്ളതാണെങ്കിൽ വെബ് സർവീസ് പോർട്ട് 80 HTTP നേരെ പോകും. അപ്പോൾ ഇതാണ് സോക്കറ്റ് എന്ന് പറയുന്നത്. സോക്കറ്റിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. സോക്കറ്റ് എന്താണെന്ന് നമ്മൾ പറയും. ഇതാണ് സോക്കറ്റിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ IP ആണ് ആദ്യം കാണുന്നത്. ആ 182 എന്ന് IP പ്ലസ് ഏത് സ്പോർട്ടാണ്, ഇത്രയും കൂടെ വരുമ്പോഴാണ് ആ സോക്കറ്റിൻ്റെ ശരിക്കുള്ള അഡ്രസ്സ് ആവുന്നത്, പോർട്ട് അഡ്രസ്സ് അല്ലെങ്കിൽ സോക്കറ്റ് അഡ്രസ്സ് എന്ന് പറയുന്നത്. ഇനി സോക്കറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, പോർട്ട്. ഇനി പോർട്ട് എന്താണ്? ഈ പോർട്ട് അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ പോർട്ട് എന്താണ്? പോർട്ടിന് നമ്മളെ സാറിന് പറയുന്നത് 16 ബിറ്റ് അഡ്രസ്സ് വെച്ചിട്ടാണ്. ഒരു 16 ബിറ്റ് അഡ്രസ്സ് വെച്ചിട്ടാണ് പോർട്ടിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. 16 ബിറ്റ് എന്ന് പറയുമ്പോൾ അറിയാം 0 to 65,535 ഇത്രയും അഡ്രസ്സ് വരും. അപ്പോൾ ഇതിന് പല ഡിവിഷനുകളായിട്ട് നമുക്ക് തിരിക്കാം. ആദ്യത്തെ 0 to 1023 എന്ന് പറയുന്നത് വെൽ നോൺ പോർട്ട്സ് എന്ന് പറയുന്നത്. എന്താ വെൽ നോൺ പോർട്ട്സ് എന്ന് പറഞ്ഞാൽ? അറിയാവുന്ന പോർട്ടുകൾ. ആർക്കറിയാവുന്നത്? എന്തിനൊക്കെയാണ് എന്ന് അവിടെ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് അതിന് മാത്രമേ പറ്റൂ. അത് സ്പെസിഫിക് ആയിട്ട് അതിന് വേണ്ടി മാത്രമേ പറ്റത്തുള്ളൂ. എത്ര തൊട്ട് എത്ര വരെ? 0 to 1023. ഇനി അതായത് 1024 എണ്ണം. ഇനി അടുത്തത് 1024 തൊട്ട് 49,151. ഇത്രയും സെമി റിസർവ്ഡ് ആണ്. സെമി റിസർവ്ഡ് എന്ന് പറയുമ്പോൾ അത് യൂസർക്ക് എടുത്ത് പ്രോഗ്രാം ചെയ്യാൻ പറ്റത്തില്ല.
അതുകൊണ്ടാണ് അതിനെ സെമി റിസർവ്. നമുക്ക് യൂസർക്ക് അതിൽ നിന്ന് എടുക്കാൻ പറ്റത്തില്ല. ഇപ്പം എനിക്കൊരു പിന്നെ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കിയിട്ട് അതിനൊരു പോർട്ട് അഡ്രസ്സ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന 0 to 4915 വരെയുള്ളത് എനിക്ക് എടുത്ത് ഡയറക്റ്റ് കൊടുക്കാൻ പറ്റത്തില്ല. 0 to 1023 തീരെ പറ്റത്തില്ല, മറ്റേത് റെസ്ട്രിക്ഷൻസ് ആണ്. അപ്പോൾ അത് കഴിഞ്ഞ് 49152 മുതൽ 65535 വരെയുള്ള നമ്പർ എനിക്ക് യൂസ് ചെയ്യാം, എനിക്ക് ഇൻഡിവിജ്വലായിട്ട് പോർട്ട് അസൈൻ ചെയ്യാം. ഇതാണ്. അപ്പോൾ ചോദിക്കും ഇതൊക്കെ ആരാ പറഞ്ഞേക്കുന്നത്, ഇങ്ങനെയൊക്കെ ആരാ പറഞ്ഞേക്കുന്നത്? ആ ആളാണ് അയാന എന്ന് പറയുന്നത്, ഇൻ്റർനെറ്റ് അസൈൻഡ് നമ്പർ അതോറിറ്റി. ഇവരാണിത് ഫിക്സ് ചെയ്ത് വെച്ചേക്കുന്നത് വേൾഡിൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് പോർട്ടിനെ കുറിച്ച് അറിഞ്ഞിരിക്കാം. ബാക്കി എന്താണെന്നുള്ളത് നമുക്ക് പറയാം. ക്ലിയർ ആണല്ലോ? പോർട്ട് എന്താണ്? 16-bit അഡ്രസ് ആണ്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഈ 0 to 1023 വരുന്നതാണ്, അത്ര എണ്ണത്തിനകത്ത് വരുന്നതാണ് നമ്മൾ ഈ പറയുന്ന കുറേ പോർട്ടുകളൊക്കെ ഉണ്ട്. സാധാരണ നിങ്ങൾ എപ്പോഴും കേട്ടില്ല 20, പോർട്ട് നമ്പർ 20 and 21. അതെന്ന് പറയുന്നത് നമ്മളേതാ പറഞ്ഞു, FTP ആണ്, ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോളാണ്. അത് TCP പ്രോട്ടോക്കോളിൽ വരുന്നതാണ്. പിന്നെ 22 വരുന്നുണ്ട്, SSH, സെക്യൂർ ഷെല്ല്. അത് സെക്യൂർ ഷെല്ല് അത് UDP, TCPക്കും UDPയും പ്രോട്ടോക്കോൾ ബേസ് ചെയ്ത് വരുന്നതാണ്. ടെൽനെറ്റ്, നമ്മളൊരു കമ്പ്യൂട്ടറും മറ്റൊരു കമ്പ്യൂട്ടറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, നമ്മൾ നെറ്റ്വർക്ക് യൂസ് ചെയ്യുക, അത് TCP. അത് പോർട്ട് നമ്പർ 23 ആണ്. പിന്നെ SMTP എന്ന് പറയുമ്പം മെയിൽ ട്രാൻസ്ഫർ, അത് TCP ബേസ്ഡ് ആണ്. DNS, ഡൊമൈൻ നെയിം സെർവർ, അത് 53 ആണ് പോർട്ട്. അപ്പോൾ ഈ പോർട്ടൊന്നും വേറെ ഒന്നിനും യൂസ് ചെയ്യും. 80 HTTP, നമ്മൾ സാധാരണ ട്രാൻസ്ഫറുകളല്ല, ഇൻ്റർനെറ്റ് ട്രാൻസ്ഫേഴ്സ് ഒക്കെ നടക്കുന്നത്. പിന്നെ റിമോട്ട് ഡെസ്ക് പ്രോട്ടോക്കോൾ RDP ഉണ്ട്. അതെന്ന് പറയുമ്പോൾ 3389, അത് ഏതിനകത്ത് വരുമ്പം നമ്മുടെ ഇതിൽ വരുന്നതാണ്, സെമി റിസർവ്ഡിനകത്ത് വരുന്നതാണ്. പിന്നെ 443 ഉണ്ട്, HTTP വിത്ത് സോക്കറ്റ്സ് ലെയർ, SSL, നമ്മൾ സെക്യൂർ സോക്കറ്റ് ലെയർ എന്ന് പറയുന്നില്ലേ, HTTPS ഒക്കെ വരുന്നു, അത് 443. ഇങ്ങനെ ഇതെല്ലാം ശരിക്കും അസൈൻ ചെയ്തിട്ടുണ്ട്. ഈ 0 to 1023 വരെയുള്ളത് അസൈൻ. നിങ്ങൾ നെറ്റിൽ നോക്കി, ഗൂഗിളിൽ നോക്കി കഴിഞ്ഞാൽ കാണാം, അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കാണാം. അപ്പോൾ ഇത്രയും ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ എന്താണെന്ന് ഇതിൽ കൂടുതൽ അറിയാൻ നിങ്ങൾ നെറ്റ് സെർച്ച് ചെയ്ത് പഠിച്ചിരിക്കണം, എങ്കിലേ നമുക്ക് ഈ കാര്യം, ഇത് വളരെ ലളിതമായ ചെറിയ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. എന്താണെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ബട്ട് നിങ്ങൾ റീഡ് ചെയ്യണം, ടെക്സ്റ്റ് നോക്കണം, ഗൂഗിൾ നോക്കണം, അങ്ങനെ കുറേ അറിവുകൾ ഇതിനകത്ത് നിന്ന് എടുക്കണം. ഇത് ജസ്റ്റ് എന്താണെന്ന് മാത്രമേ ഞാൻ പറഞ്ഞു പോകുന്നുള്ളൂ. ഓക്കെ, ഇനി അടുത്തലോട്ടോ. വാട്ട് ഈസ് എ സോക്കറ്റ്? നമ്മൾ സോക്കറ്റ് പറഞ്ഞു, പോട്ടെന്നൊക്കെ പറഞ്ഞു. എന്താണ് സോക്കറ്റ്? ഇറ്റ്സ് എ ക്ലയൻറ്റ് സെർവർ കമ്മ്യൂണിക്കേഷൻ. വ്യക്തമായി പറഞ്ഞു, നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു ക്ലയൻറ്റും സെർവറും. ക്ലയൻറ്റ് റിക്വസ്റ്റ് ചെയ്യുന്നു, സെർവർ അത് കൊടുക്കുന്നു. ക്ലയൻറ്റ് വരം ചോദിക്കുന്നു, ഭക്തൻ വരം ചോദിക്കുന്നു, ദൈവം അത് കൊടുക്കുന്നു. ഇതാ ദൈവത്തിനെയാണ് സെർവർ എന്ന് പറയുന്നത്, ചോദിക്കുന്ന ആളിനെ ക്ലയൻറ്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഐഡൻറ്റിഫൈസ് ബൈ IP അഡ്രസ് ആൻഡ് ഇറ്റ്സ് പോർട്ട് അഡ്രസ്സ്. അപ്പോൾ ഒരു സോക്കറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യണ സോക്കറ്റ് അഡ്രസ്സ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞു, ആര് വേണം? ഒരു IP അഡ്രസ്സ് വേണം. ആൻഡ് ഇറ്റ്സ് പോർട്ട് അഡ്രസ്സും വേണം. IP അഡ്രസ് പ്ലസ് പോർട്ട് അഡ്രസ് ഈക്വൽ സോക്കറ്റ് അഡ്രസ്. അടുത്തത്, എ സോക്കറ്റ് ഈസ് ആൻ എൻ പോയിൻറ്റ്. ഇതിനെ പല പേരിലാണ്. എൻ പോയിൻ്റ് എന്ന് വിളിക്കുന്നുണ്ട്, സോക്കറ്റ് എന്ന് വിളിക്കുന്നുണ്ട്, പല രീതിയിൽ പറയും. അപ്പം എ സോക്കറ്റ് ഈസ് ആൻ എൻ പോയിൻറ്റ്. എവിടെ? ലിങ്ക് ബിറ്റ്വീൻ 2 പ്രോസസ് റണ്ണിങ് ഓൺ എ നെറ്റ്വർക്ക്. അപ്പോൾ നമ്മൾ ചോദിക്കുക, ഈ പോർട്ട് എന്ന് പറയുന്ന സാധനം ഫിസിക്കലി ഇരിക്കുന്ന എന്തെങ്കിലും ഒരു ഹോളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കണക്ടറോ വല്ലോ ആണ്? അല്ല. ശരിക്കും നമ്മൾ പറയുന്ന പോർട്ട് എന്ന് പറയുന്നത് ഒരു ടാസ്ക് ആവാം, അല്ലെങ്കിൽ ഒരു പ്രോസസ്സ് ആവാം. ഒരേ സിസ്റ്റത്തിൽ തന്നെയുള്ള രണ്ടെണ്ണം ആവാം, അല്ലെങ്കിൽ 2 ഡിഫറൻറ്റ് സിസ്റ്റത്തിലാവാം. 2 എയും ബി, സിസ്റ്റം എ സിസ്റ്റം ബി, അത് തമ്മിലാവാം, നെറ്റ്വർക്ക് വഴിയാവാം. അല്ലെങ്കിൽ ഒരേ സിസ്റ്റത്തിൽ തന്നെ 2 ടാസ്കുകൾ തമ്മിൽ ഇതേപോലെ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിനാണ് നമ്മൾ ഒരു പോർട്ടെന്ന്. അല്ലാതെ പോർട്ടെന്ന് പറയുന്നത് സാധാരണ ഇപ്പോൾ നമ്മൾ പോർട്ടെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വയർ കണക്ട് ചെയ്യാൻ പറ്റുന്നൊരു പോർട്ട്, അങ്ങനെ ഇതൊരു സോഫ്റ്റ്വെയർ പാർട്ട് തന്നെയാണ്, ഒരു ബിറ്റ് തന്നെയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ടാസ്കോ പ്രോസസ്സോ ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യാം. അപ്പോൾ എ സോക്കറ്റ് ഇസ് എൻ എൻ പോയിൻറ്റ് ലിങ്ക്സ് ബിറ്റ്വീൻ 2 പ്രോസസ്സ്. 2 പ്രോസസ്സുകളെ തമ്മിൽ ലിങ്ക് ചെയ്യുന്ന ഒരു എൻ പോയിൻ്റാണ്. നെറ്റ്വർക്ക് ഡിഫറെൻറ്റ് സിസ്റ്റത്തിലാവാം, സെയിം മെഷീനിലും ആവാം. ഇനി ഡിഫറെൻറ്റ് ഡൊമൈൻ ഇറ്റ് ക്യാൻ വർക്ക്. 2 ഡൊമൈനിലായിരിക്കും അത് വർക്ക് ചെയ്യുന്നത്, അതും ആവാം. ഏതെങ്കിലും 2 ഡൊമൈനിൽ നിന്നുകൊണ്ട് വർക്ക് ചെയ്യുന്നതാവാം. അപ്പം എന്ത് തന്നെ ആയാലും കണക്റ്റ് ചെയ്യുന്നതിനുള്ള എൻ പോയിൻ്റാണ് നമ്മൾ ഈ പറഞ്ഞത്. ഇനി അതിൻ്റെ ബാക്കി മെക്കാനിസം ഫോർ ബൈ ഡയറക്ഷൻ കമ്മ്യൂണിക്കേഷൻ. എന്താണ്? ബൈ ഡയറക്ഷൻ കമ്മ്യൂണിക്കേഷനാണ്. ഇവിടുന്ന് അങ്ങോട്ടും വരും, അവിടുന്ന് ഇങ്ങോട്ടും വരും. ഇനി പോർട്ട് മീൻസ് എ പ്രോസസ് ഓർ ടാസ്ക്
ഫോർ സ്പെസിഫിക് ആപ്ലിക്കേഷൻ. പോർട്ട് മീൻസ് എന്താണ്? എ പ്രോസസ് ഓർ ടാസ്ക്. നമ്മൾ നേരത്തെ പറഞ്ഞു പ്രോസസ് എന്താണെന്ന് പറഞ്ഞു, പോർട്ട് എന്താണെന്ന് പറഞ്ഞു, ഇറ്റ്സ് അത് ഒരു എൻഡ് പോയിന്റ് പ്രോസസ് ഓർ ടാസ്ക്. പോർട്ട് മീൻസ് എ പ്രോസസ് ഓർ ടാസ്ക് ഫോർ സ്പെസിഫിക് ആപ്ലിക്കേഷൻ. ആ ഒരു നമ്മളതുകൊണ്ടാണ് പറഞ്ഞത് SMTPക്ക് ആണെങ്കിൽ 25, FTPക്ക് ആണെങ്കിൽ 2021, പിന്നെ DNSനാണെങ്കിൽ 53. അത് അതിനു വേണ്ടി മാത്രം വെച്ചിരിക്കുന്നതാണ്. പ്രോസസ് യൂസിങ് എ പ്രോട്ടോക്കോൾ ഫോർ ട്രാൻസ്ഫറിങ് ദ ബൈറ്റ്. ഒരു പ്രോട്ടോക്കോൾ അത്യാവശ്യമാണ് ട്രാൻസ്ഫറിങ് ദ ബൈറ്റ്സ് അല്ലേ. ഞാൻ നേരത്തെ അത് ലിസ്റ്റ് പറഞ്ഞപ്പോൾ നിങ്ങളോട് പറഞ്ഞു 2021 എന്ന് പറയുന്നത് FTP ആണ്, അത് TCP പ്രോട്ടോക്കോളാണ്. 22 എന്ന് പറയുന്നത് SSH ആണ്, അതായത് സെക്യൂർ ഷെല്ലാണ്. അത് UDPക്കും TCP പ്രോട്ടോക്കോളും, രണ്ട് പ്രോട്ടോക്കോളും ഒബേ ചെയ്യുന്നുണ്ട്. 23 ടെൽനെറ്റ് ആണ്, അത് TCP പ്രോട്ടോക്കോളാണ്. 25 SMTP ആണ്, അത് TCP പ്രോട്ടോക്കോളാണ്. 53 എന്ന് പറയുന്നത് DNS ആണ്, അത് UDP TCP പ്രോട്ടോക്കോളാണ്. 80 HTTP ആണ്, അത് TCP പ്രോട്ടോക്കോളാണ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഒരു പ്രോട്ടോക്കോൾ ബേസ് ചെയ്തിട്ട് ഇതെല്ലാം വർക്ക് ചെയ്യുന്നത്. അത് ഡിഫറൻറ്റും ആവാം. TCP എന്ന് UDP അങ്ങോട്ടേക്കൊണ്ടും വരാം. സോക്കറ്റ് ക്യാൻ ബി ഇൻ എ ഡിഫറൻറ്റ് ഡൊമൈൻ. അത് നമ്മൾ പറഞ്ഞു, രണ്ട് ഡിഫറൻറ്റ് ഡൊമൈനിൽ നിന്നുകൊണ്ട് അതിന് വർക്ക് ചെയ്യാം, ഇൻ്ററോപ്പറബിൾ ആയിട്ടിരിക്കും അല്ലേ. അങ്ങനെ വർക്ക് ചെയ്യുക, അതാണ് ശരിക്കും സോക്കറ്റിനെ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പം മനസ്സിലായി കാണുമല്ലോ എന്താണെന്നുള്ളത്. കമ്മ്യൂണിക്കേഷൻ ഡിവൈസിൻ്റെ രണ്ട് എൻഡ് പോയിൻറ്റ്സ് ആണ്. അപ്പോൾ ഏത് സർവീസ് ലഭിക്കണമെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ നമ്പർ ആ ഒരു സർവീസിന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ എൻ്റെ സിസ്റ്റത്തിൽ നിന്നും ഗൂഗിളിൻ്റെ സിസ്റ്റത്തിലേക്ക് ഞാൻ ഒരു റിക്വസ്റ്റ് കൊടുക്കുന്നു. എങ്ങനെയാണ് കൊടുക്കുന്നത്? ആദ്യം ഗൂഗിളിൻ്റെ IP പോവും, സർവർ IP പോവും, ദെൻ ഗൂഗിളിൻ്റെ സർവീസ് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ അതും കൂടെ കൊടുത്തു വിടും. ഇത് ഈ റിക്വസ്റ്റ് അവിടെ ചെന്ന് ചോദിക്കുന്നു. അവിടെ വേറെ ആരെങ്കിലും ആ സമയത്ത് ആ പോർട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അന്നേരം അത് കൊടുക്കത്തില്ല. അവരുടേത് കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ അക്സെപ്റ്റ് ചെയ്യും. എന്നിട്ടത് നോക്കുന്നു, അത് ഗൂഗിൾ ആ സർവീസ് നമുക്ക് തിരിച്ചു തരുന്നു. അപ്പം ആദ്യം ഇത് ചെക്ക് ചെയ്യുന്നു, സർവർ പോർട്ട് ഏതാണെന്നുള്ളത് പോർട്ട് നോക്കുന്നു. ഫ്രീ ആകുമ്പം നമുക്ക് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. എന്താണോ നമുക്ക് നടത്തേണ്ട സർവീസ് അത് നടത്തി തരുന്നു. അത് കഴിയുമ്പോൾ കണക്ഷൻ ടെർമിനേറ്റ് ചെയ്യുന്നു. വെച്ചുകൊണ്ടിരിക്കില്ല, അടുത്ത ആളിന് വേണ്ടിയിട്ട് സർവീസ് ചെയ്യണം അത്. അപ്പോൾ അത് ടെർമിനേറ്റ് ചെയ്യുന്നു. അപ്പോൾ ചോദിക്കും നമ്മുടെ സിസ്റ്റത്തിനും ഇതൊക്കെ ഉണ്ടോ എന്ന്. ഉണ്ട്, ക്ലയൻറ്റിനും ഉണ്ട്. ഈ സാധനം തിരിച്ച് വരണമെന്നുണ്ടെങ്കിൽ ക്ലയൻറ്റിന് ഒരു IP അഡ്രസ്സും ഉണ്ടായിരിക്കണം, ഒരു പോർട്ട് അഡ്രസ്സും ഉണ്ടായിരിക്കണം. പക്ഷേ അതിനകത്ത് വേറൊരു കാര്യം പറഞ്ഞാൽ ക്ലയൻറ്റിൻ്റെ പോർട്ട് അഡ്രസ്സ് എന്ന് പറയുന്നത് അത് ഡൈനാമിക് ആയിരിക്കും, മാറിക്കൊണ്ടേയിരിക്കും, മാറി വന്നുകൊണ്ടിരിക്കും. അത് നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് പോകുന്ന അതിനനുസരിച്ചിരിക്കും. ഇപ്പോൾ ചിലപ്പം 4110 എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ആയിരിക്കും. പക്ഷേ മറ്റേതൊക്കെ സ്പെസിഫിക് ആയിരിക്കും, യൂസറിനുള്ളതല്ല. മറ്റേതൊക്കെ സ്പെസിഫിക്കാണ് സെർവറിലിരിക്കുന്നത്. അപ്പോൾ ചോദിക്കും സെർവറിന് നമ്മളുടെ പോർട്ട് അഡ്രസ്സ് അറിയണ്ടേ എന്ന് ചോദിക്കാം. ആക്ച്വലി ഒരു കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നിടം വരെ അതറിയേണ്ട ആവശ്യമില്ല. അതായത് ഇപ്പോൾ ഒരു അധ്യാപകനുണ്ട്, ഒരു സാറ് നമ്മുടെ നാട്ടിലുണ്ട്. ആ സാറിന് ഫിസിക്സിനെ കുറിച്ച് നല്ല അറിവാണ്. എനിക്ക് ഫിസിക്സ് പഠിക്കാൻ പോകണം. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ അഡ്രസ്സും വീട് അറിഞ്ഞിരുന്നാൽ മതി, അല്ലാതെ അദ്ദേഹം എൻ്റെ അഡ്രസ്സും വീട് അറിഞ്ഞിരിക്കണമെന്നില്ല അല്ലേ. ഞാൻ തിരക്കി കണ്ടുപിടിച്ച് അവിടെ ചെന്ന് ബന്ധം സ്ഥാപിക്കണം. സാർ ഇന്ന ആളാണ്, ഞാൻ ഇന്നടുത്ത് പഠിക്കുന്ന കുട്ടിയാണ്, എനിക്ക് ഫിസിക്സ് പഠിപ്പിച്ച് തരണം എന്ന് പറയുമ്പോൾ സാറ് നല്ല കുട്ടിയാണെങ്കിൽ, ഇഷ്ടപ്പെട്ടെങ്കിൽ, അക്സെപ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അക്സെപ്റ്റ് ചെയ്തിട്ട് നിൻ്റെ പേരെന്താണ്? എൻ്റെ പേര് ഇന്നതാണ്, XYZ. ശരി, നിനക്ക് എന്താ പഠിക്കാനുള്ളത്? ഇന്ന കാര്യങ്ങളാണ്. ശരി, ഞാൻ നാളെ പെട്ടു. അന്ന് തൊട്ട് അദ്ദേഹത്തിന് അറിയാൻ പറ്റും എപ്പോൾ വരെ വേണം ഇത്, ആ ക്ലാസ് തീരുന്നിടം വരെ. അത് കഴിഞ്ഞ് വേണമെങ്കിൽ അയാൾക്ക് സൂക്ഷിക്കാൻ വേണം, അത് ടെർമിനേറ്റ് ചെയ്തു, ആ ലിങ്ക് ടെർമിനേറ്റ് ചെയ്യാണ് കമ്പ്യൂട്ടറിനെ സംബന്ധിച്ച്. അപ്പോൾ സെർവറും അതുപോലെയാണ്. നമ്മളിവിടെ അങ്ങോട്ട് എൻ്റെ സിസ്റ്റം ചോദിക്കുമ്പോൾ അവിടെ സർവീസ് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്തതിനു ശേഷം എൻ്റെ സിസ്റ്റത്തിൻ്റെ IP അഡ്രസ്സും പോർട്ടും എല്ലാതും നോക്കും. എന്നിട്ട് ആ സർവീസ് എനിക്ക് തരുന്നു. അതിനുശേഷം അത് ടെർമിനേറ്റ് ചെയ്യുന്നു. കൂടുതലും നമ്മുടെ സിസ്റ്റം ഡൈനാമിക്കിലായിരിക്കും, അതായത് എൻ്റെ പോർട്ട് അഡ്രസ്സ് ഡൈനാമിക് ആയിരിക്കും. ക്ലിയർ ആയി കാണുമല്ലോ. ഇനി സോക്കറ്റ്സ് ക്യാൻ ബി ഇൻ ഡിഫറെൻറ്റ് ഡൊമൈൻ. അപ്പോൾ ഇനി അടുത്ത സ്ലൈഡിലേക്ക് നമുക്ക് പോവാം. ടൈപ്സ് ഓഫ് സോക്കറ്റ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. ഒന്ന് സ്ട്രീം സോക്കറ്റ് ഉണ്ട്, ഡാറ്റാഗ്രാം സോക്കറ്റ് ഉണ്ട്, റോ സോക്കറ്റ് ഉണ്ട്, സീക്വൻസ്ഡ് പാക്കറ്റ് സോക്കറ്റ് ഉണ്ട്. സ്ട്രീം സോക്കറ്റ് എന്ന് പറയുന്നത് ഈ രണ്ട് നമ്പർ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ്. രണ്ടെണ്ണം തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനാണ് ഇവിടെ. അപ്പോൾ ഇതിനെ പാക്കറ്റുകളാക്കിയിട്ട് ABCD ഓരോ പേര് കൊടുത്ത് ഓരോ പാക്കറ്റിനെ വിട്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ആ പർട്ടിക്കുലർ സീരീസിൽ തന്നെയാണ്. എങ്ങനെയാണോ അത് പോകുന്നത് അതേ സീരീസ് തന്നെ, കട്ട് ചെയ്ത അതേ സീരീസിലാണ്
ആദ്യം കട്ട് ചെയ്തത് ആദ്യം എഴുതുന്നു, രണ്ടാം. അപ്പോൾ ആ ഒരു സ്ട്രീം കറക്റ്റായിട്ട് പോകുന്നുണ്ട്. ഇതിലേതെങ്കിലും ഒരെണ്ണം മിസ്സായാൽ ആർക്കറിയാൻ പറ്റും? ഈ സെൻഡറിന് മനസ്സിലാവും ഈ പോയ കൂട്ടത്തിൽ ഇപ്പോൾ എ ബി സി ഇല്ല, ഡി ആണ് അവിടെ എത്തിയത്, സി എവിടെയോ പോയി. അപ്പോൾ കറക്റ്റ് ടൈമിൽ ആർക്കറിയാം? ഈ സെൻഡർക്ക് അറിയാം സി എവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒന്നുകൂടെ അത് അയക്കേണ്ടി വരും, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോസസ്സുകൾ വേണം എന്നുള്ളത്. അപ്പോൾ അതിനെയാണ് സ്ട്രീം സോക്കറ്റ് എന്ന് പറയുന്നത്. ഇത് സാറിന് ടി സി പിയിലേക്ക് യൂസ് ചെയ്യും. ഡേറ്റാഗ്രാം സോക്കറ്റ് എന്ന് പറയുമ്പം യു ഡി പിയുടെ അതെന്ന് പറയുന്നത് വയർലെസ് പ്രോട്ടോക്കോളാണ്. ഇത് അയക്കുന്നു, അവിടെ ചെല്ലുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയില്ല, സെൻഡ് ചെയ്തുകൊണ്ടേയിരിക്കും, അങ്ങനെയാണ് അതിനെ ഡേറ്റാഗ്രാം സോക്കറ്റ്. ഇത് രണ്ടും സാധാരണ നമ്മളെപ്പോഴും ടി സി പി യു ഡി പിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ബട്ട് റോ സോക്കറ്റ് എന്ന് പറയുന്നത് എപ്പോഴും യൂസ് ചെയ്യുന്ന കാര്യമല്ല, ഡെവലപ്പർ സൈഡിലാണ് കൂടുതലും. ഒരു സാധനം ഒരു പ്രോട്ടോക്കോൾ ഡെവലപ്പ് ചെയ്യേണ്ട സമയത്തൊക്കെയാണ് റോ പ്രോട്ടോക്കോൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ സീക്വൻസ്ഡ് പാക്കറ്റ് സോക്കറ്റ് എന്ന് പറയുന്ന സാധനം നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു നെറ്റ്വർക്ക് സിസ്റ്റം സോക്കറ്റ് അബ്സ്ട്രാക്ഷൻസ് അല്ലെങ്കിൽ മാനിപ്പുലേഷൻ ഓഫ് സീക്വൻസ് ഓഫ് പാക്കറ്റ് പ്രോട്ടോക്കോൾ, സീക്വൻസ് പാക്കറ്റ് പ്രോട്ടോക്കോൾ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് IDP ഹെഡറും മാനിപ്പുലേഷൻസിന് വേണ്ടിയിട്ട് ഇതിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അതും റെയറായിട്ടേ യൂസ് ചെയ്യുന്നുള്ളൂ. ആ ലാസ്റ്റ് പറയുന്ന രണ്ടും റെയറാണ്, പക്ഷേ ആദ്യത്തെ രണ്ടും നമ്മൾ കോമൺലി യൂസ്ഡാണ്, സ്ട്രീം സോക്കറ്റും ഡേറ്റാഗ്രാം സോക്കറ്റും. ഓക്കെ, ആർക്കിടെക്ചർ ഇതെന്താണെന്നൊന്ന് അറിഞ്ഞിരിക്കുക. ജസ്റ്റ് ഒരു 2 ടയർ ഉണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ക്ലയൻറ്റ് സെർവർ ആർക്കിടെക്ചറാണ്. ഇപ്പോൾ നമ്മൾ 2 ടയർ എന്ന് പറയുന്നത് ക്ലയൻറ്റും സെർവറും തമ്മിൽ ഡയറക്റ്റാണ് ബന്ധം ഇവിടെ. ഇപ്പോൾ ഇത് നോക്കിയാൽ കാണാം, ഇത് ക്ലയൻ്റാണ്, ഇത് സെർവറാണ്. ക്ലയൻറ്റും സെർവറും തമ്മിൽ നേരിട്ടാണ്. ക്ലയൻറ്റിൻ്റെ റിക്വസ്റ്റ് നേരിട്ട് സെർവറിൽ എത്തുന്നു, സെർവർ നേരിട്ട് അതിനെ ഡൗൺലോഡ് പിന്നെ എന്താണെന്ന് വെച്ചാൽ സർവീസ് അവൈലബിൾ ആകുന്നു. ഇവിടെ അപ്പോൾ നമ്മൾക്ക് ഇതിന് ഒരു സെക്യൂരിറ്റി വേണ്ടേ? ഉണ്ട്. അതാണ് നമ്മൾ പറയുന്ന SSL എന്ന് പറയുന്നത്. SSL നമ്മൾ ഓരോരുത്തരത്ത് കാണത്തില്ല, HTTPS. ആ SSL എന്ന് പറയുന്നതാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പം സെക്യൂർ സോക്കറ്റ് ലെയർ അല്ലേ, അത് വെച്ചിട്ടാണ് ഇവിടെ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മുടെ സാധാരണ ഒരു ലോക്കായിട്ടുള്ള ഒരു ഒരു ലോക്ക് കാണാൻ പറ്റില്ല, ഒരു ഗ്രീൻ കളർ ലോക്ക് അഡ്രസ് ബാറിൽ കാണാം. അതാണ് SSL ഉണ്ടോ ഇല്ലയോ, HTTPS എന്നായിരിക്കും അവിടെ കേൾക്കുന്നത്. ഇനി 3 ടയർ എന്ന് പറയുമ്പോഴത്തേന് അവിടെ വ്യത്യാസം എന്ന് വെച്ചാൽ ഇടയ്ക്ക് ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് ഒരു മിഡിൽ വെയർ എന്നാണ് പറയുന്നത്, ഒരു സോഫ്റ്റ്വെയർ പാർട്ടുണ്ട്. അപ്പം ക്ലയൻറ്റിൽ നിന്നും സെർവറിലേക്ക് എത്തണമെങ്കിൽ നേരിട്ട് എത്തത്തില്ല, ഇതിനിടയ്ക്ക് മിഡിൽ വെയർ അതിനെ എടുത്ത് മാനേജ് ചെയ്യും. അപ്പം ഒരിക്കലും ക്ലയൻറ്റും സെർവറും തമ്മിൽ ഡയറക്റ്റ് മിങ്കിളാവുന്നില്ല, ഇടയ്ക്ക് ഒരാളുണ്ട്, ഒരു തേർഡ് പാർട്ടി ഉണ്ട് അവിടെ. അപ്പോൾ അതൊരു സോഫ്റ്റ്വെയർ ആണ് സാധാരണ. ആ മിഡിൽ വെയർ എന്ത് ചെയ്യും? നമ്മൾ ഇവിടുന്ന് അയക്കുന്ന ഡേറ്റ മിഡിൽ വെയർ എടുത്തിട്ട് പ്രോസസ്സ് ചെയ്തിട്ട് എൻക്രിപ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടായിരിക്കും ആർക്ക് കൊടുക്കുന്നത്? പിന്നെ സെർവറിന് കൊടുക്കുന്നത്. സെർവർ നേരെ മിഡിൽ വെയർ വഴിയായിരിക്കും 3 ടയർ ഇദ്ദേഹത്തിനുണ്ട്. ഇതിനെയാണ് 3 ടയർ ആർക്കിടെക്ചർ എന്നത്. അപ്പോൾ ഇങ്ങനെ 2 രീതിയിലാണ് ഈ ആർക്കിടെക്ചർ ഉള്ളത്. ഓക്കെ, അപ്പം സോക്കറ്റ് എന്താണെന്ന് മനസ്സിലായി, പോർട്ട് എന്താണെന്ന് മനസ്സിലായി, ആർക്കിടെക്ചർ എന്താണെന്ന് മനസ്സിലായി. വളരെ ലളിതമായി മനസ്സിലാക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതാണ് ഇത്ര പെട്ടെന്ന് മനസ്സിലായത്. ഇനി നമുക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ബാക്കി ക്ലാസ്സുകളിൽ നമുക്ക് നോക്കാം. അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ഇതൊരു ചെറിയ ഒരു ഹയർ അബ്സ്ട്രാക്ഷൻ ലെയർ മാത്രമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി ടെക്സ്റ്റുകളും ബുക്കുകളൊക്കെ നോക്കുക, അല്ലെങ്കിൽ തുടർന്ന് വരുന്ന ക്ലാസ്സുകളിൽ ഞാനിത് വിശദമായിട്ടിടാം. ഇതിപ്പോൾ KTU എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിലും കൂടെ നോക്കിയിട്ടാണ് പെട്ടെന്ന് ഇത് പറഞ്ഞു പോകുന്നത്. എന്തായാലും തുടർന്നുള്ള ക്ലാസ്സുകൾ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് നമ്മളിനി ചെയ്യുന്നതായിരിക്കും. ഇതുവരെ കേട്ടിരുന്നതിന് നന്ദി. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ വരും ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.